Good morning. Revision start ചെയ്തോ? പഠിച്ചു തുടങ്ങിയോ എല്ലാവരും? എന്ത് പറ്റി? ഗുഡ് മോർണിംഗ്. ടോം എന്തായി പഠിപ്പ്? പഠിച്ചു തുടങ്ങിയോ? റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോ? തുടങ്ങിയില്ല, തുടങ്ങണം. തുടങ്ങണം. ഓക്കെ. ഇനി എപ്പോഴാ തുടങ്ങണത്? പരീക്ഷ എന്നാന്ന് അറിഞ്ഞിട്ട് വേണം തുടങ്ങാൻ. ഓ, ഡേറ്റ് കിട്ടിയാലേ തുടങ്ങോളല്ലേ? അല്ല, എക്സാമിന് ഡേറ്റ് കിട്ടിയാലേ തുടങ്ങുള്ളല്ലേ? ചിലപ്പോ 2-3 ദിവസമൊക്കെ കിട്ടുള്ളൂ റിവിഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പോഴേ തുടങ്ങി പഠിച്ചു തുടങ്ങാം. ചിലപ്പോ 1 വീക്ക് ഒക്കെ കിട്ടുന്ന നമുക്ക് അറിയില്ല. അതുകൊണ്ട് പറയണേണ്, ഇപ്പോഴേ തുടങ്ങി ടൈം കിട്ടുമ്പോ മുതൽ പഠിച്ചു തുടങ്ങാം. നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ട് പറയൂ കേട്ടോ. ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ അതിൽ തന്നെ ഉണ്ടാവുള്ളൂ? അതിൽ തന്നെ ഉള്ളതായിരിക്കില്ല, അതുപോലെ തന്നെ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ഞങ്ങളല്ല ഇതിടുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അതേ മോഡൽ തന്നെ. ക്വസ്റ്റ്യന് വ്യത്യാസം വരുത്തുവോ? അങ്ങനെ എങ്ങനെയെങ്കിലും മാറ്റി തരുമോ? അതേപോലെ ക്വസ്റ്റ്യനിൽ വ്യത്യാസം ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, എത്ര വരെ പഠിച്ചു നമ്മള്? ആംബുലൻസ് എത്ര വരെ എടുത്തത്? ഓഡിബിൾ വാർണിംഗ് വരെ. ഓക്കെ, വായിച്ചു നോക്കിയോ? ഓഡിബിൾ വാർണിംഗ് വായിച്ചു. എന്താ ഓഡിബിൾ വാർണിംഗിൽ പറഞ്ഞത്? അറിയാൻ പറ്റുമോ? വാഹനം കാണുന്നതിന് മുന്നേ തന്നെ ഈ വണ്ടി വരുന്നുണ്ടെന്നുള്ളൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൗണ്ടുകൾ. സൈറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത്? മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു. ഓക്കെ, ഇനി എന്താ? RDS എന്തായിരുന്നു? RDS റേഡിയോ ഡാറ്റ സിസ്റ്റം അല്ലെ? കാർ റേഡിയോ പോലെ തന്നെയുള്ള ഒരു ഉപകരണമാണ് ഇത് റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ. ഇതെന്താ? കാർ റേഡിയോ പോലെ തന്നെയുള്ള സെയിം ഒരു സംവിധാനം അല്ലെങ്കിൽ സിസ്റ്റമാണ് ഇത് ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര വരെ വായിച്ചിട്ട് ക്ലിയർ ആയോ? ഡൗട്ട് ഉള്ളതുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് 12 മണി വരെ ആയിരിക്കും കേട്ടോ ക്ലാസ്. മിസ് ആയിരിക്കും എടുക്കുന്നത്. പോർഷൻ കംപ്ലീറ്റ് ആക്കാനാണ് കേട്ടോ. ആംബുലൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ മിസ്. ബ്രേക്ക് തരാം മിസ്, പേടിക്കണ്ട കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് കോസ്റ്റ്. The ambulance ride cost can be paid from several sources, and this will relay the local situation or kinds of service being provided by whom and by whom. എന്താ പറയുന്നത്? ഇവിടെ നമ്മള് ആംബുലൻസ് ഒരു വ്യക്തിക്ക്, ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ, ഒരു വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ അതിന് സർവീസ് നടത്തുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? കോസ്റ്റ് കൊടുക്കണം അല്ലെ? ആ കോസ്റ്റ് എങ്ങനെയാണ്? ലോക്കൽ സിറ്റുവേഷൻ വഴി കൊടുക്കുന്നു. അതുപോലെ പല കൈൻഡ്സ് ഓഫ് സർവീസ് വഴി. അതുപോലെ എന്താ പറയുന്നത്? ആര് കൊടുക്കുന്നു അല്ലെ? ബൈ ഹൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് കൊടുക്കുന്നു? അതുപോലെ തന്നെ ആർക്ക് വേണ്ടിയാണ് അത് കൊടുക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള പോയിന്റ്സുകളാണ്. നോക്കിയേ, ഫസ്റ്റ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. എന്താ പറയുന്നത്? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് അല്ലെ? ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമോ അല്ലെ? ആരാ ഇവിടെ കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? പറയാൻ പറ്റോ? ഗവൺമെന്റ്
ഫണ്ടഡ് സർവീസ്. ഗവൺമെന്റ് ആയിരിക്കും അല്ലെ, ഗവൺമെന്റ് ആണ് ഈ ആംബുലൻസ് സർവീസിന്റെ കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കിയേ, the full or the majority part of the cost of transport by ambulance is borne by the local, regional or national government. എന്താ പറയുന്നത്? through their ordinary taxations. അപ്പോ ഇവിടെ ഈ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിൽ ആംബുലൻസ് സർവീസ്, ആംബുലൻസ് ഒരു വ്യക്തിയെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസ് സർവീസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് കൊടുക്കുന്നത് ഇവിടെ ആരായിരിക്കാം? ഗവൺമെന്റ് ആയിരിക്കാം. ഇവിടെ എന്താണ് ചിലപ്പോൾ ലോക്കൽ ഗവൺമെന്റ്, അതുപോലെ റീജിയണൽ, പിന്നെ എന്താ പറയുന്നത് നാഷണൽ ഗവൺമെന്റ്, അങ്ങനെയുള്ള ഗവൺമെന്റിൽ നിന്നായിരിക്കാം എന്ത് കൊടുക്കുന്നത്? ഈ ആംബുലൻസ് സർവീസിന് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്ര മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എന്താണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആംബുലൻസ് സർവീസ് നടത്തുന്നുണ്ട്. അപ്പൊ ആംബുലൻസ് സർവീസിന് വേണ്ടി വരുന്ന കോസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് ആരായിരിക്കും? ഗവൺമെന്റ് ആണ്. അതെങ്ങനെയാണ്? ലോക്കൽ ആവാം, റീജിയണൽ ആവാം, ആൻഡ് നാഷണൽ ആവാം. ക്ലിയർ ആയോ? അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അത് മനസ്സിലായോ? ഇനി എന്താണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്? എന്തായിരിക്കാം പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാല്? ആരായിരിക്കാം കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ, ആരായിരിക്കാം ഇവിടെ കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം ആംബുലൻസ് സർവീസിന്? ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് എന്താണ് ഒരു രോഗിയെ ഹോസ്പിറ്റലിലേക്ക് ഓണായിട്ട് അല്ലെ നമ്മൾ തന്നെയാണല്ലേ കൊടുക്കുന്നത്. നമ്മള് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോ പ്രൈവറ്റ് ആയിട്ട് നമ്മളൊരു അല്ലെങ്കിൽ എന്താ ആംബുലൻസ് സർവീസ് വിളിച്ചെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ തന്നെയാണ് അവർക്ക് പണം കൊടുക്കുന്നത്. അവർ നടത്തുന്ന സർവീസിന് പണം കൊടുക്കുന്നത് ആരായിരിക്കാം? പ്രൈവറ്റ് ആയിട്ടാണ്, നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. നോക്കിയേ, cost of ambulance transport should be by themselves or through their insurance company. ഇപ്പോ ഇവിടെ പറഞ്ഞു എന്താണ്? നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? through their insurance company എന്ന് പറഞ്ഞല്ലേ. ഇപ്പോ ആ പേഷ്യന്റ് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി, ചില കേസുകളിൽ മാത്രമാണ് കേട്ടോ അത്, ചില കേസുകളിൽ ഇൻഷുറൻസ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ആംബുലൻസിന് എന്ത് കൊടുക്കുന്നുണ്ട്? കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു വ്യക്തി ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കേസുകളിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ചില കേസുകളിൽ ഇൻഷുറൻസ് കമ്പനീസിൽ നിന്ന് ആ കോസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയോ? പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തന്നെ ഓണായിട്ട് സെൽഫായിട്ട് തന്നെയാണ് എന്ത് കൊടുക്കുന്നത്? ആ സർവീസിന് പണം നൽകുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി എന്താണ്, ആ പേഷ്യന്റ് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനീസ്, ചില കേസുകളിൽ ഇൻഷുറൻസ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ വ്യക്തിക്ക് പോണ്ട എന്താണ് ആംബുലൻസ് സർവീസ് നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് സർവീസിനുള്ള കോസ്റ്റും കൂടി ആ കമ്പനി പ്രൊവൈഡ് ചെയ്തു കൊടുക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി എന്താണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്? എന്താ ചാരിറ്റി? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്തായിരിക്കാം? ചാരിറ്റി സേവനം കൊടുക്കുന്നത് അല്ലെ. ഇവിടെ നോക്കിയേ, ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് ബൈ may be given free of charge to patient by a charity, although contributions may be sought for service received. എന്താ പറയുന്നത് ഇവിടെ? ചാരിറ്റി ആയിട്ട് സേവനങ്ങൾ ചെയ്യുന്ന ആംബുലൻസ് ഉണ്ട് അല്ലെ. ഇപ്പോ ഒരു രോഗിയെ എന്താണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ എന്താണ് ചാരിറ്റി ഫ്രീ ആയിട്ടായിരിക്കാം അവർക്ക് സേവനങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ചാരിറ്റി ആംബുലൻസിൽ എന്താണ് അവര് രോഗികളുടെ സേവനങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോ മരിച്ചു, രോഗി ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു, അല്ലെങ്കിൽ എന്താണ് വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന രോഗികളൊക്കെ ആണെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള വീൽ ചെയർസ്, വാക്കേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ എന്താണ് വാട്ടർ ബെഡ്സ്, കണ്ടിട്ടില്ലേ വാട്ടർ ബെഡ്സ് ഒക്കെ
അപ്പൊ ആ വാട്ടർ ബെഡ്സ് അവർ യൂസ് ചെയ്ത വാട്ടർ ബെഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അത് ചാരിറ്റി ആയിട്ട് സേവനമായിട്ട് നൽകുന്നത്. അതാണ് ഇവര് കൊടുക്കുന്ന സർവീസ് ആയിട്ട് പറയുന്നത്. ഏതാണ്? ചാരിറ്റി ഫണ്ടഡ് സർവീസിൽ എന്താ പറയുന്നത്? ഇവര് രോഗികളോട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ സർവീസ് ആയിട്ടാണ് ഓരോ സേവനങ്ങളും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കോസ്റ്റ് വാങ്ങിക്കുന്നില്ല, പകരം എന്ത് ചെയ്യുന്നുണ്ട്? രോഗികൾ ഇപ്പോ മരിച്ചു പോയിട്ടുള്ള രോഗികൾ യൂസ് ചെയ്തിട്ടുള്ള വാക്കേഴ്സ്, വീൽ ചെയേഴ്സ്, അതുപോലെ എന്താണ് വാട്ടർ ബെഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അധികം കേടുപാട് ആകാത്തത് കേട്ടോ, കേട് കൂടാതെയുള്ള വാക്കേഴ്സ്, അതുപോലെ എന്താണ് വീൽ ചെയേഴ്സ്, വാട്ടർ ബെഡ്സ് ഒക്കെ മറ്റു രോഗികൾക്ക് ഒരു ചാരിറ്റി ആയിട്ട് സേവനമായിട്ട് നൽകും. ക്ലിയർ ആയോ? ചാരിറ്റി ഫണ്ടഡ് സർവീസ് മനസ്സിലായോ? ഇനി എന്താണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്? ഇവിടെ ആരായിരിക്കാം കോസ്റ്റ് കൊടുക്കുന്നത് ആംബുലൻസ് സർവീസിന്? പറയാൻ പറ്റോ? ആരായിരിക്കാം? ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, പറയാൻ പറ്റോ? ഹോസ്പിറ്റൽസ് ആയിരിക്കും അല്ലെ? ഓക്കെ. Hospitals may provide the ambulance transport free of charge on the condition that patient use the hospital service. അല്ലെ? ഇപ്പൊ കുറെ നാളായി ട്രീറ്റ്മെന്റിൽ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ കുറെ നാളുകളായിട്ട് ഒരു രോഗിയെ ട്രീറ്റ്മെന്റ് കഴിയുകയാണ്. ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ചിലപ്പോ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഈ രോഗി മരിച്ചു പോകുന്നുണ്ട്. കുറെ നാളുകളായി ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു പോകണേ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണമല്ലോ. അപ്പൊ ആംബുലൻസിന്റെ സർവീസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ആയിട്ട് ആംബുലൻസ് സർവീസ് കൊടുക്കുന്നു. അവിടെ എന്താ പറയുന്നത്? രോഗി അതിന്റെ എന്താണ് ഭൂരിഭാഗവും ഫണ്ടുകൾ അല്ലെ, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ഭൂരിഭാഗം ആ ഹോസ്പിറ്റൽ ചെലവാക്കിയത് കൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ആ രോഗിക്ക് ഫ്രീ സർവീസ് ആയിട്ട് ആംബുലൻസ് സേവനം നൽകുന്നു. മനസ്സിലായോ? അത് ഹോസ്പിറ്റലില് ഒരു രോഗി കൂടുതൽ അല്ലെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റില് കൂടുതൽ സമയം ഒരു എന്താണ് ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ കിടക്കണമെങ്കിൽ എന്താണ് ആ രോഗിയുടെ ഫുൾ ഫിനാൻഷ്യൽ എമൗണ്ട് എന്താണ് അവിടെ ചെലവാക്കേണ്ടി വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ആ രോഗി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ ബോഡി വിട്ടു കൊടുക്കുന്നതില് എന്താണ് ഫ്രീ ആയിട്ട് ഈ ഹോസ്പിറ്റല് ആംബുലൻസ് സർവീസ് നൽകുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റിൽ വരുന്നത്. ഇതൊക്കെയാണ് പറഞ്ഞത് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. അതിലെന്താ കൊടുക്കുന്നത്? ആരാ കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ സർവീസിനുള്ളത്? ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. അതുപോലെ എന്താണ് പ്രൈവറ്റ് ഫണ്ടഡ് സർവീസ്? പ്രൈവറ്റ്ലി അല്ലെ നമ്മൾ തന്നെ എന്താണ് ആംബുലൻസ് സർവീസിന് പണം നൽകുന്നു. അതുപോലെ തന്നെ ഇൻഷുറൻസ്, രോഗി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചില കേസുകളിൽ ഇൻഷുറൻസ് കമ്പനി തന്നെ ആംബുലൻസ് സർവീസിന് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ് അല്ലെ. ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഫ്രീ സർവീസ് ആണ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും എന്താണ് ചില രോഗികൾ ഇപ്പൊ വീൽ ചെയറിൽ കിടക്കുന്ന രോഗികളുണ്ടാവാം, അതുപോലെ വാക്കർ യൂസ് ചെയ്യുന്നത്, അതുപോലെ എന്താണ് വാട്ട്സ്ആപ്പ് യൂസ് ചെയ്യുന്ന രോഗികളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാല് അധികം നല്ല രീതിയിലുള്ള വാക്കേഴ്സ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വാട്ടർ ബെഡ്സ് ഒക്കെ ആണെങ്കിൽ ആ വാട്ടർ ബെഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, സർവീസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ. സേവനമായിട്ട് മറ്റു രോഗികൾക്ക് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന മറ്റു രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ ചാരിറ്റി ഫണ്ടഡ് സർവീസില് നൽകുന്നത്. അതുപോലെ ചാരിറ്റി ഫണ്ടഡ് സർവീസില് രോഗികളോട് ഫ്രീ സർവീസ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള വീൽ ചെയേഴ്സ്, വാക്കേഴ്സ്, വാട്ടർ ബെഡ്സ് ഒക്കെ കൊണ്ടുപോയി മറ്റു രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇവര് ചെയ്യുന്നത്. പിന്നെന്താണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് അല്ലെ. കുറെ നാളുകളായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗി ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു എന്താണ് പകുതി സമ്പാദ്യം എന്ന് പറയാം അല്ലെ, അത്രയും കാശ് അവിടെ ചെലവാക്കിയിട്ടുണ്ടാവും. അപ്പോ അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തെങ്കിലും ആക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോഡി വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് സർവീസ് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണോ? മനസ്സിലായോ?
4 സർവീസുകൾ മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ, കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരുന്നു. ക്ലിയർ ആണ്? ക്ലിയർ ആണോ? കിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായി? ഇനി എന്താണ് നെക്സ്റ്റ് നോക്കിയേ. 108 എമർജൻസി സർവീസ്. എന്താ 108? ആരുടെ നമ്പറാ? ആര് യൂസ് ചെയ്യുന്ന നമ്പറാണ് 108? അറിയോ? ആര് യൂസ് ചെയ്യുന്നതാ 108? 108 ആംബുലൻസ് സർവീസ് അല്ലെ. നമ്മൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ആംബുലൻസിനെ വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ ആണ് എന്ത്? 108. 108. അപ്പൊ ഈ നമ്പർ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ചിലപ്പോ ക്വസ്റ്റ്യൻ വരാം. 108, 102, 110 അങ്ങനെയുള്ള ഓപ്ഷനുകൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങള് മറക്കാതെ നല്ല രീതിയിൽ അത് ഇത് നമ്പറാണ്, എമർജൻസി സർവീസിന്റെ നമ്പർ ഏതാണെന്ന് ചോദിച്ചാല് ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ വർക്ക് നടക്കുന്നത് നോക്കിയേ. നമ്മള് ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ 108 വിളിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ആംബുലൻസ് ഡ്രൈവർക്ക് എങ്ങനെയൊക്കെയാണ് ആ കറക്റ്റ് ആ സ്പോട്ടിൽ എത്തിച്ചേരാൻ പറ്റുന്നത്, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് അടുത്ത പോർഷനിൽ നോക്കാൻ പോകുന്നത്. നോക്കിയേ. When an emergency is intimated through 108, the caller collects the needs basic information and send OTP service. Primary information got includes. എന്താ പറയുന്നത്? നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ 108 നമ്പറിലേക്ക് നമ്മൾ വിളിക്കും അല്ലെ. ചിലപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ആവാം, ചിലപ്പോ എന്താണ് പാരന്റ്സ് ഒക്കെ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ വല്ല കുഴഞ്ഞു വീഴുകയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ വിളിക്കും? ആരെ വിളിക്കാം? ആരെ വിളിക്കാം നമ്മള്? ആരെ വിളിക്കില്ലേ? ആംബുലൻസിനെ വിളിക്കോ അല്ലെ. അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോ എന്താണ്, ചിലപ്പോ കോളേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ വഴിയിലൊക്കെ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ വഴിയിലൊക്കെ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാല് ചിലപ്പോ നടന്നു പോണവരോ അല്ലെങ്കിൽ എന്താണ് പാസ് ചെയ്ത് പോണവരൊക്കെ ആവാം കോളേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആംബുലൻസ് ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിയേ. where the call is placed from. ഇവിടെ നിന്നാണ് വിളിക്കുന്നത് അല്ലെ. ഏതാണ് ഡിസ്ട്രിക്ട് ഏതാണ്, താലൂക്ക് ഏതാണ്, ലൊക്കേഷൻ ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സിറ്റി ഏതാണ്, ഏത് ടൗൺ ആണ്, എക്സാക്ട് ലൊക്കേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ, ലാൻഡ് മാർക്ക്, ഇതൊക്കെ നമ്മള് ഈ ഡ്രൈവർക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. എന്നാലേ കറക്റ്റ് സ്പോട്ടിലോട്ട് അയാൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ നെക്സ്റ്റ് നോക്കി, എമർജൻസി ടൈപ്പ് അല്ലെ. ചിലപ്പോ എന്താണ് കുഴഞ്ഞു വീഴുന്നതാവാം, അല്ലെങ്കിൽ എന്താണ് തലയ്ക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ്, അല്ലെങ്കിൽ എന്താ ആക്സിഡന്റ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാവാം. ചിലപ്പോ എന്താണ് പോയിസൺ കേസാക്കിയിട്ട് എന്താണ് മരിക്കാനും കിടക്കുന്നതാവാം, ചിലപ്പോ മരിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഏതാണ്, ഏത് സിറ്റുവേഷൻ ആണ്, എമർജൻസി ടൈപ്പ് ഏതാണ്, ആക്സിഡന്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെന്താണ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻജേർഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇൻജേർഡ്. എന്താ പറയുന്നത്? ഇപ്പോ ഇൻജേർഡ് പീപ്പിളിന്റെ അല്ലെങ്കിൽ എന്താണ് പരിക്കേറ്റ് കിടക്കുന്നത് ആരാണ്, എത്ര പേരുണ്ട് അല്ലെ. നമ്പർ ഓഫ് പീപ്പിൾ ഇൻജേർഡ്. ചിലപ്പോ ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ 2-3 ആൾക്കാരൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ അതാണ് ബൈക്ക് ആക്സിഡന്റിലൊക്കെ, കാർ ആക്സിഡന്റോ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോ 5-8 പേരോ അല്ലെങ്കിൽ എന്താണ് 4-5 പേരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ എത്ര നമ്പേഴ്സ് ആണ്, എത്ര പീപ്പിൾ ആണ് പരിക്കേറ്റ് കിടക്കുന്നത്. അതുപോലെ എന്താണ് അവരുടെ കണ്ടീഷൻ, സ്റ്റേറ്റ് ഓഫ് ഇൻജേർഡ്, കണ്ടീഷൻ എങ്ങനെയാണ്,
അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഇനി എന്താണ്, ദ കോളേഴ്സ് നെയിം ആൻഡ് കോണ്ടാക്ട് നമ്പർ ഫോർ ദ ലൊക്കേഷൻ ഗൈഡൻസ് ഈസ് നീഡഡ് എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന ആളുടെ നമ്പർ പറഞ്ഞു കൊടുക്കാം. അതുപോലെ എന്താണ്, നെയിം പറഞ്ഞു കൊടുക്കാം അല്ലെ. ചിലപ്പോ ഈ ആൾക്ക് എന്താണ്, ആംബുലൻസ് ഡ്രൈവർക്ക് ചിലപ്പോ എന്താണ്, ചിലപ്പോ വഴിതെറ്റിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് സമയത്ത് ആ സ്പോട്ടിലോട്ട് എത്തിച്ചേരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആളെ വിളിച്ച് നമ്മൾ വിളിക്കുന്ന ആളെ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സ്പോട്ടും പറഞ്ഞു കൊടുക്കാം. നല്ല രീതിയിലുള്ള ആ സ്പോട്ട് അതുപോലെ തന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് രോഗികളെ എത്തിക്കാനും പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിളിച്ചിട്ട് ആംബുലൻസ് ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞേ. ആരൊക്കെ പറയാൻ പറ്റും? 2 മിനിറ്റ് സമയം തരാം, ഒന്ന് വായിച്ചു നോക്കട്ടാ. നിങ്ങൾക്ക് ആരെങ്കിലും ഒരാള് പറഞ്ഞു തന്നെ മിസ്. വായിച്ചു നോക്കിക്കോ. 2 മിനിറ്റ്. മിസ് പറയുന്ന ആളൊന്ന് പറഞ്ഞു തരോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, സിമ്പിൾ ആണ്. വായിച്ചു കഴിഞ്ഞോ? ആർക്ക് പറയാം? ടോം പറയോ? പറഞ്ഞോ എന്നിട്ട് കേട്ടോ. അൺമ്യൂട്ട് ആക്കട്ടെ മിസ്. ഓക്കെ, ടോം പറഞ്ഞോ. അതന്നെ പറഞ്ഞല്ലേ ആദ്യമേ ഫസ്റ്റ് പോയിന്റ് തൊട്ട് പറഞ്ഞു. പറഞ്ഞോ. എക്സാക്ട് ലൊക്കേഷനും പറഞ്ഞു കൊടുക്കണം, പിന്നെ എമർജൻസി ടൈപ്പ് പറഞ്ഞു കൊടുക്കണം, പിന്നെ എത്ര പീപ്പിൾസ് ഉണ്ടെന്ന് പറയണം, പിന്നെ കോളറിന്റെ നെയിം, കോണ്ടാക്ട് ചെയ്യേണ്ട നെയിം, പിന്നെ ലൊക്കേഷൻ ഗൈഡൻസ് അതെല്ലാം കറക്റ്റായിട്ട് കോളറിന്റെ നെയിം പറഞ്ഞു കൊടുത്താലല്ലേ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് വരാൻ പറ്റത്തുള്ളൂ ആംബുലൻസിന്. പിന്നെ ഇത്രയല്ലേ ഉള്ളു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായോ എല്ലാവർക്കും? ഇനി ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ക്ലിയർ ആയില്ലേ ഇത്? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇനി നോക്കിയേ. Emergency health sent through this process is expected to reach the site of emergency in an average of 18 minutes. എന്താ പറയുന്നത്? ആംബുലൻസ് ഡ്രൈവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരാം. ആ സ്പോട്ടിലോട്ട് എത്തിച്ചേരാനും 18 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിലേക്ക് രോഗികളെ എത്തിക്കാനായിട്ടും പറ്റും. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? എക്സാക്ട് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് ഡ്രൈവർക്ക് ആ സ്പോട്ടിലോട്ട് കറക്റ്റ് ആയിട്ട് റീച്ച് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ രോഗികളെ എമർജൻസി സിറ്റുവേഷനിൽ കിടക്കുന്ന രോഗികളെ 18 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്താണ്? പ്രീ ഹോസ്പിറ്റൽ കെയർ will be given to patients who are transported to the nearest hospital. The service is generally free to patient. എന്താ പറയുന്നത്? നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആ ആംബുലൻസിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം? പ്രീ കെയർ അല്ലെ, പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്താണ്, ഓക്സിജൻ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികൾക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രീ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ എന്താണ്, പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കാൻ പറ്റും. അതുപോലെ എന്താണ്, ഇതില് എന്താണ്, നിയറസ്റ്റ് ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിലോട്ട് ആയിരിക്കും ഈ രോഗികളെ എത്തിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ആണ്. രോഗികൾക്ക് കോസ്റ്റ് ഒന്നും കൂടാതെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിലോട്ട് രോഗികളെ എത്തിക്കുന്നുണ്ട്. ഫ്രീ കോസ്റ്റ് ആയിട്ടാണ് ഇതില് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പോർഷനിൽ പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് പാരഗ്രാഫിൽ പറഞ്ഞത്? എമർജൻസി സിറ്റുവേഷൻ വന്ന പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ അല്ലെ ഈ കറക്റ്റ് കാര്യങ്ങളിൽ ഈ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആംബുലൻസ് ഡ്രൈവർക്ക് ആ സ്പോട്ടിൽ എത്തിച്ചേരാനും ഈ 18 മിനിറ്റിനുള്ളിൽ രോഗികളെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്? ആംബുലൻസിനുള്ളില് പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിലോട്ടായിരിക്കും രോഗികളെ കൊണ്ടുപോകുന്നത്. ഇനി എന്താണ്? സർവീസ് എന്തായിരിക്കാം? ഫ്രീ ആണ്. ക്ലിയർ ആയോ? ഇത്രയും. ഇനി എന്താണ്? 108 is generally by the EMRI. ഇമ്പോർട്ടന്റ് ആട്ടോ. എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. EMRI. എക്സ്പാൻഡ് EMRI. എന്താണ്? എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. Across more than 10 states in India. എന്ന് പറയുന്നത് 10ൽ കൂടുതൽ സ്റ്റേറ്റിലും എന്താണ്? ഈ 108 നമ്പർ ആണ് ആംബുലൻസിന് ഉള്ളത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ 10ൽ കൂടുതൽ സ്റ്റേറ്റും യൂസ് ചെയ്യുന്ന നമ്പർ ഏതാണ്? 108 എന്ന നമ്പർ ആണ് ആംബുലൻസ് സർവീസിന് യൂസ് ചെയ്യുന്നത്. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ വരുന്നതാണ് ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത്. ആരുടെ കീഴിൽ വരുന്നതാണ്? EMRIയുടെ കീഴിൽ വരുന്നതാണ് ആംബുലൻസ് സർവീസ്. 10ൽ കൂടുതൽ സ്റ്റേറ്റുകള്, ഇന്ത്യയിലുള്ള 10ൽ കൂടുതൽ സ്റ്റേറ്റുകളും യൂസ് ചെയ്യുന്ന നമ്പർ ഏത് തന്നെയാണ്? 108 ആണ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കിയേ. During an emergency situation, knowing what to do might save someone's life. Here are few tips on what you should tell the emergency department while calling for an ambulance. നിങ്ങളിപ്പോ എന്താണ് ഒരു എമർജൻസി സിറ്റുവേഷൻ കണ്ടു. ചിലപ്പോൾ എന്താണ് വഴിയിലൂടെ നടന്നു പോകുമ്പോഴായിരിക്കാം നിങ്ങൾ ചിലപ്പോ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുകയൊക്കെ കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ടിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്? അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സ് യൂസ് ചെയ്യും? പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങളിപ്പോ വഴിയിൽ ഒരാൾ കുഴഞ്ഞു വീണു അല്ലെങ്കിൽ എന്താണ് ഒരു ആക്സിഡന്റ് കണ്ടു. അപ്പൊ നിങ്ങൾ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സാ യൂസ് ചെയ്യാം? CPR കൊടുക്കും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ പാസ്റ്റർ കൊടുക്കും. ഓക്കെ, ആംബുലൻസിനെ കോൾ ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കഴിഞ്ഞ പറഞ്ഞ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? കറക്റ്റ് ആണോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ? എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? ഇല്ല. നോക്കിയേ, ഫസ്റ്റ് പോയിന്റിൽ നോക്കിയേ. ബി കാം and tell the emergency operator the details of the type of emergency. എന്താ കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കാം എന്താ? നിയർ ബൈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഓക്കെ, എന്താണ് കാം? കാം എന്താണ്? നമ്മൾ കൂളായിട്ട് അല്ലെ, ശാന്തമായിട്ടിരിക്കണം അല്ലെ. ഇപ്പൊ നമ്മളൊരു ആക്സിഡന്റ് കണ്ടു, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു പരിഭ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളും പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ സ്തംഭിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ആ രോഗിക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട രോഗികളാവാം, അല്ലെങ്കിൽ CPR കൊടുക്കേണ്ടവരാവാം.
അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആക്സിഡന്റ് ഒക്കെ കാണുമ്പോൾ എന്ത് ചെയ്യാം? കാമായിട്ട് ശാന്തമായിട്ട് ഇരിക്കണം. അതുപോലെ എന്ത് ചെയ്യണം? ആംബുലൻസ് ഓപ്പറേറ്ററെ വിവരം അറിയിക്കാം. ആംബുലൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ആരായിരിക്കാം? ആംബുലൻസ് ഓപ്പറേറ്റർ? ഡ്രൈവേഴ്സ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആംബുലൻസ് ഡ്രൈവറെ പറയുന്നതാണ് എമർജൻസി ഓപ്പറേറ്റർ കേട്ടോ. അപ്പൊ എമർജൻസി ഓപ്പറേറ്ററിനെ വിവരം അറിയിക്കാം. ലൊക്കേഷൻ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇയാളെ വിവരം അറിയിക്കാം. യു വിൽ ബി demanded to tell him or her is have the address to where the ambulance should reach that include postal codes. എന്താ പറയുന്നത്? നമ്മളുടെ അയാളുടെ അഡ്രസ് പറഞ്ഞു കൊടുക്കാം. ആരാണ് കിടക്കുന്നത് അയാളുടെ അഡ്രസ്, അതുപോലെ തന്നെ അവിടെയുള്ള പോസ്റ്റൽ കോഡ് ഉണ്ടാവുമല്ലോ, പോസ്റ്റൽ കോഡ് അടക്കം എന്ത് ചെയ്യണം? അഡ്രസ് പറഞ്ഞു കൊടുക്കണം. തേർഡ് പോയിന്റ് നോക്കിയേ. യുവർ ഫോൺ നമ്പർ may also be incurred for in the case the operator wants to contact you for directions. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഫോൺ നമ്പർ അല്ലെ, ഒന്ന് നമ്മൾ 108 വിളിച്ചപ്പോ നമ്മുടെ ഫോൺ നമ്പർ അദ്ദേഹത്തിന് ഈ സ്പോട്ടിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോൺ നമ്പർ അയച്ച് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്? ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ നിൽക്കുന്ന ഡയറക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആംബുലൻസ് ഡ്രൈവർക്ക് നമ്മുടെ ഫോൺ നമ്പർ, എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കണം. He or she will also need the patient's age, sex and any medical history you might recollect. അല്ലെങ്കിൽ എന്താണ്? ഇപ്പോ കിടക്കുന്ന ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരു വ്യക്തി ഇതിന്റെ ഏജ് എത്രയുണ്ട് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. വയസ്സായ ആളാണോ, കുട്ടിയാണോ, അല്ലെങ്കിൽ മിഡിൽ ഏജ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എത്ര ഏജ് ഉണ്ടാകും എന്നുള്ള കാര്യം. സെക്സ് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഇപ്പോ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ എന്താണ്? ഒരാളിപ്പോ കുഴഞ്ഞു വീഴുക, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ആണെങ്കിൽ എന്താണ്? അയാൾ കഴിക്കുന്ന മരുന്നുകള്, അതുപോലെ തന്നെ അയാൾക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഈ ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞു കൊടുക്കണം. പിന്നെന്താ പറയുന്നത്? ദ ഓപ്പറേറ്റർ ഡിസീസിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും രോഗം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇനി എന്താണ്? ദ ഓപ്പറേറ്റർ വിൽ ഓൾസോ നീഡ് ടു നോ ഇഫ് ദ പേഴ്സൺ ഹി ഈസ് ബ്ലീഡിംഗ്, if he or she is conscious as chest pain and his breathing. എന്താ പറയുന്നത്? ചിലപ്പോ കിടക്കുന്ന രോഗിക്ക് എന്താണ്? ചിലപ്പോ ബ്ലീഡിങ് ഉണ്ടാവാം, അതുപോലെ എന്താണ്? കോൺഷ്യസ് ആവാം, ചിലപ്പോ എന്താണ്? ചെസ്റ്റ് പെയിൻ ഉണ്ടാവാം, സംഭവിച്ചിട്ടായിരിക്കാം, ചെസ്റ്റ് പെയിൻ സംഭവിച്ചിട്ടായിരിക്കാം ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു വീഴുകയോ പെട്ടെന്ന് ബ്രീതിങ് ഡിഫിക്കൽറ്റിയോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതും കൂടി അവരെ ഓപ്പറേറ്ററിനെ അറിയിക്കേണ്ടതുണ്ട്. ഇനി എന്താണ്? യു വിൽ ഓൾസോ ബി ഡിമാൻഡ് ടു മേക്ക് ക്ലിയർ ടൈപ്പ് ഓഫ് ഇൻജുറി ഓർ എമർജൻസി ആൻഡ് വാട്ട് കോസ് ദ ഇൻസിഡന്റ്. അപ്പൊ എന്ത് ചെയ്യാ? ക്ലിയർ ആയിട്ട്, ക്ലിയർ ടൈപ്പ് ഓഫ് ഇൻജുറി, ഇപ്പൊ എന്തെങ്കിലും തലക്ക് പരിക്കുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എതിരൊടിഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആംബുലൻസ് ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോ ഇന്ന കാര്യങ്ങള് ആംബുലൻസ് ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഇതിനു വേണ്ടിയിട്ടായിരിക്കാം? അതിനുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുവരാൻ. ഇപ്പൊ എന്താണ്? കയ്യൊക്കെ ഒടിഞ്ഞതാണെങ്കിൽ എന്താണ്? ചിലപ്പോ അവരെ മുട്ടാതെ നമ്മൾ കൊണ്ടുപോകണ്ടേ? അപ്പൊ അതിനുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുവരണം. അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആളൊക്കെ ആണെങ്കിൽ എന്താണ്? അതിനുള്ള ബ്രീത്തിങ് നന്നായിട്ട്, എയർവേ നന്നായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള്, എക്യുപ്മെന്റ്സ് കൊണ്ടുവരാം. അതുപോലെ തന്നെ എന്താണ്? കൂടുതൽ സ്റ്റാഫിനെ കൊണ്ടുവരാം. നേഴ്സോ ഡോക്ടേഴ്സോ അങ്ങനെയുള്ളവരെ ചിലപ്പോൾ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്ന കാര്യങ്ങള് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിപ്പോ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ബ്ലീഡിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുവരണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്പോട്ടിൽ അദ്ദേഹത്തിന്, ആ പേഷ്യൻസിന് നടന്നിട്ടുള്ളത്. ബ്ലീഡിങ് ഉണ്ടോ, ഇഞ്ചുറീസ് ഉണ്ടോ, പൊട്ടലുണ്ടോ, തട്ടലുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ആംബുലൻസ് ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? കാമായിട്ട് നമ്മള് കാമാവാം. അതുപോലെ തന്നെ എന്താണ്? ആംബുലൻസ് ഓപ്പറേറ്ററെ, ആംബുലൻസ് ഡ്രൈവറെ വിവരം അറിയിക്കുക. അതുപോലെ എന്താണ്?
അഡ്രസ് അതുപോലെ തന്നെ പോസ്റ്റൽ കോഡ് അടക്കം നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെന്താ പറഞ്ഞത്, കറക്റ്റ് ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വരെ അയാൾക്ക് ആ ഓപ്പറേറ്റർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെന്താ പറഞ്ഞത്, ഇപ്പോ രോഗിക്ക് എത്ര വയസ്സുണ്ട്, പിന്നെ സെക്സ് അതുപോലെ മെഡിക്കൽ ഹിസ്റ്ററീസ് ഒക്കെ റീകളക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, കോൺഷ്യസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം. പിന്നെന്താണ് ടൈപ്പ് ഓഫ് ഇഞ്ചുറീസ്, ഇപ്പൊ എന്താണ് തലയ്ക്ക് തലയിൽ നല്ല പരിക്കുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എല്ലുകൾക്ക് എന്തെങ്കിലും പൊട്ടലോ ഫ്രാക്ചറോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ എന്താണ് അവിടെ നിന്ന് വരുമ്പോൾ ആംബുലൻസ് സർവീസിൽ ചിലപ്പോ അത് രോഗികളെ സഹായിക്കാൻ വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് നേഴ്സോ ഡോക്ടേഴ്സോ വരുമ്പോൾ, അതുപോലെ തന്നെ പാരാമെഡിക്സും കാര്യങ്ങളും അതുപോലുള്ള സ്റ്റാഫുകൾ, എക്സ്ട്രാ സ്കില്ലുള്ള സ്റ്റാഫുകളെയും കൊണ്ടുവരാനായിട്ട് വേണ്ടിയിട്ടാണ്. അതുപോലെ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കാൻ പറയുന്നത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കൂട്ടോ. എടുത്ത ഹൗ ഇറ്റ് വർക്ക്സ് തുടങ്ങി ഫുൾ ഈ പേജ് ഫുള്ളും ഒന്ന് വായിച്ചു നോക്കൂട്ടോ. എളുപ്പമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞോ വായിച്ച്? കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ പഠിക്കാൻ? ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ്
ക്രൂവിങ് അല്ലെ? ആരാ ക്രൂവിങ്? ക്രൂ ആരാ? ആരായിരിക്കും? സ്റ്റാഫുകളെ പറയുന്നതാണ് അല്ലെ ക്രൂസ് എന്ന്. ഓക്കെ ഓക്കെ. There are different levels of qualification that the ambulance crew may hold, from holding the formal qualification to have a fully qualified doctors on board. എന്ന് പറയുന്നത് ഇവിടെ ഈ ആംബുലൻസിലെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പലതരത്തിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. ടൈപ്പ് എ, ടൈപ്പ് ബി ആംബുലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങള്. ഫസ്റ്റ് റെസ്പോണ്ടർ, അങ്ങനെയുള്ള ആരൊക്കെയാണ് കേട്ടോ അവിടുത്തെ ആംബുലൻസിലുള്ള ഡിഫറെന്റ് സ്റ്റാഫുകളുടെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇനി അപ്പോ ഈ ആംബുലൻസിൽ പറഞ്ഞു പലതരത്തിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. ഡോക്ടേഴ്സ്, നേഴ്സ്, അതുപോലെയുള്ള എന്താണ് എന്താ പാരാമെഡിക്സ്, പിന്നെ അറ്റൻഡേഴ്സ്, പലതരത്തിലുള്ള അറ്റൻഡേഴ്സ് ഉണ്ടാവും. ഫസ്റ്റ് റെസ്പോണ്ടർ ഉണ്ടാവും. അങ്ങനെയുള്ള അവരുടെ ക്വാളിഫിക്കേഷൻ ആയിരിക്കാം. സെയിം തന്നെ ആയിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത്? ആയിരിക്കോ? അല്ലല്ലേ? ഡിഫറെന്റ് ക്വാളിഫിക്കേഷൻ, പല ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിരിക്കാം ഈ സർവീസിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർ അറ്റ്ലീസ്റ്റ് 2 crew members to be on every ambulance. അപ്പോ ഈ ആംബുലൻസ് സർവീസിൽ അറ്റ്ലീസ്റ്റ് 2 members എങ്കിലും ഉണ്ടായിരിക്കാം. എവറി ആംബുലൻസ്, ഏത് ആംബുലൻസ് നോക്കിയാലും എന്താണ് അറ്റ്ലീസ്റ്റ് 2 members ആണ് അതിനകത്ത് ഉണ്ടാക്കുന്നത്. ആരൊക്കെയാണ്? 1 to drive. ആരായിരിക്കാം 1 to drive എന്ന് പറഞ്ഞാല്? ആരായിരിക്കാം ഒരു സ്റ്റാഫ്? ഡ്രൈവർ. ഇനി and 1 to attend to the patient. വേറെ ആളാരായിരിക്കാം? 1 to attend to the patient. ആരായിരിക്കാം അത്? രണ്ടാമത്തെ വ്യക്തി, രണ്ടാമത്തെ സ്റ്റാഫ് ആരായിരിക്കാം? അറ്റൻഡേഴ്സ് അല്ലെ? അപ്പൊ നമ്മളെ രോഗികളെ കിടത്തി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാനായിട്ട്, അവരെ നോക്കാൻ, ഒബ്സർവ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയും കൂടിയും ആംബുലൻസിൽ ഉണ്ടാവും. അപ്പോ ആംബുലൻസ് സർവീസിൽ അല്ലെങ്കിൽ ആംബുലൻസിലെ ഒരു വ്യക്തിനെ കൊണ്ടുപോകുമ്പോ അറ്റ്ലീസ്റ്റ് 2 വ്യക്തികളാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. 2 വ്യക്തികളെങ്കിലും അതിനകത്ത് ഉണ്ടാകണം. ആരൊക്കെയാണ്? ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഡ്രൈവർ, ആംബുലൻസ് ഓടിക്കാനായിട്ടുള്ള ഓപ്പറേറ്റർ അല്ലെ? ഡ്രൈവർ ഉണ്ടാവണം. അതുപോലെ തന്നെ പേഷ്യന്റിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റൻഡേഴ്സ് അവിടെ ഉണ്ടാവും, സ്റ്റാഫുകൾ ഉണ്ടാകും. ക്ലിയർ ആയോ? ഇനി എന്താണ് കോമൺ ആംബുലൻസ് ക്രൂ ക്വാളിഫിക്കേഷൻസ് ആർ? ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് റെസ്പോണ്ടർ. നമ്മള് 10 ടൈപ്സ് പഠിക്കുന്നുണ്ട് കേട്ടോ. 10 കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. 10 സ്റ്റാഫിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് റെസ്പോണ്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഫസ്റ്റ് റെസ്പോണ്ടർ ആരാണ്? ആരാ ഫസ്റ്റ് റെസ്പോണ്ടർ? പോലീസ് ആവാം, അല്ലെങ്കിൽ എങ്ങനെയാവാം? പോലീസ് മാത്രമായിരിക്കോ? ആദ്യം കാണുന്ന ആളല്ലേ? ആ സിറ്റുവേഷൻ, ആ സ്പോട്ടിലോട്ട് അല്ലെങ്കിൽ ആ ആക്സിഡന്റ് നടന്ന ആ സ്ഥലത്തോട്ട് ആദ്യം വരുന്നത് ആരാണോ അവരായിരിക്കാം ആര്? ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. നോക്കിയേ, a person who reaches first at the scene of the incident. നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ആ സ്ഥലത്ത് ആ സീൻ കാണുന്ന ഫസ്റ്റ് വ്യക്തിനെ പറയുന്നതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. And whose job is to give early critical care such as cardiopulmonary resuscitation, CPR. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അടിയിൽ വരച്ചു വെക്കണം. എക്സ്പാൻഡ് CPR എന്ന് ചോദിച്ചാല് നിങ്ങൾ എന്തെഴുതും? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. ഓക്കെ, CPR ഇമ്പോർട്ടന്റ് ആണ്. ഓരോ എക്സ്പാൻഡഡ് ഫോമും ചോദിക്കും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കുഴഞ്ഞ് വീട് കിടക്കണ ഒരു വ്യക്തി അല്ലെ? അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യണം? CPR കൊടുക്കണം. നമ്മൾ ആദ്യം കണ്ടു CPR നമ്മള് നിർബന്ധമായിട്ടും കൊടുക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ആ റെസ്പോണ്ടറിന്റെ ഫസ്റ്റ് ദൗത്യം അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്നത് എന്താണ്? ഏർലി ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്.
രോഗിക്ക് ഏർലി ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യണം. ഫസ്റ്റ് റെസ്പോണ്ടറിന്റെ ഡ്യൂട്ടി ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർലി ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യണം. അതെങ്ങനെയൊക്കെ ആവാം? CPR കൊടുക്കാം. അതുപോലെ എങ്ങനെയാണ്? ഓർ അപ്ലൈയിങ് ഓൺ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. എന്താ പറയുന്നത്? നമ്മൾ ഡീഫൈബ്രിലേറ്ററിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? എന്താ ഡീഫൈബ്രിലേറ്റർ? ഹാർട്ട് റീസ്യൂം അല്ലെ, റീസ്റ്റാർട്ട് ചെയ്യുന്ന ആ മിഷനെ പറയുന്നതാണ് അല്ലെ. സെയിം കൺസെപ്റ്റ് ആണ് കേട്ടോ, സെയിം തന്നെയാണ്. അത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതിയെന്നുള്ളൂ കേട്ടോ. AED എന്ന് പറഞ്ഞാല് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. അടിയിൽ വരച്ചു വെക്കാം കേട്ടോ, എക്സ്പാൻഡ് ഫോം ചോദിക്കും. ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. ഹാർട്ട് റീസ്റ്റാർട്ട് അല്ലെങ്കിൽ റീസ്യൂം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡീഫൈബ്രിലേറ്റർ. സെയിം തന്നെയാണ്. എക്സ്പാൻഡ് എന്താണ് ടോം എന്താ പറയുന്നത്? മുൻകൂട്ടി വിളിക്കുന്ന ആളോ? ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്ന് പറഞ്ഞാല് സെയിം തന്നെയാണ് കേട്ടോ. അവിടെ ഒന്നുകൂടി എഴുതിയെന്നുള്ളൂ. അപ്പോ AED എന്ന് പറഞ്ഞാല് അതിന്റെ ഫുൾ ഫോം എന്താണ്? ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. ഇനി എന്താണ്? ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് മേ ബി സെൻഡ് ബൈ ദ ആംബുലൻസ് സർവീസ്, മേ ബി passers by, or may be dispatched to the scenes from other agencies such as the police or fire departments. എന്താ പറയുന്നത്? ഇനി ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എങ്ങനെയൊക്കെ ആവാം? ചിലപ്പോ ആംബുലൻസ് സർവീസിൽ കൊണ്ടുവരാം അല്ലെ. അവരെ ഇപ്പൊ ആക്സിഡന്റ് കേസൊക്കെ ആണെങ്കിൽ എന്താണ്, ചിലപ്പോ രോഗികളെ എന്താണ് ഏർലി ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ നയിക്കുന്നവരാകാം. അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് റെസ്പോണ്ടർ ആരൊക്കെ ആകാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആംബുലൻസിൽ വരാം, രോഗിയെ ശുശ്രൂഷിക്കാനായിട്ട് ആംബുലൻസിൽ കൊണ്ടുവരാം. ഇനി അങ്ങനെയാവാം, ചിലപ്പോ എന്താണ് വഴിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം അല്ലെ, പാസേഴ്സ് ആയിരിക്കാം. ചിലപ്പോ അങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ആളെ കാണുമ്പോൾ എന്താണ് CPR കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാകാം. പിന്നെന്താണ്, അത് ഏജൻസിയിൽ നിന്ന് വരുന്നവരാവാം. ചിലപ്പോ എന്താണ് പോലീസ് ആവാം, അല്ലെങ്കിൽ ഇപ്പോ ഫയർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഫയർ ഡിപ്പാർട്ട്മെന്റ്? ഇപ്പൊ തീയൊക്കെ ആണെങ്കിൽ അല്ലെ, ഫയർ ആൻഡ് സേഫ്റ്റി കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഫയർഫോഴ്സ് ചിലപ്പോ അവരാവാം ഫസ്റ്റ് റെസ്പോണ്ടർ കേട്ടാ. അപ്പൊ എങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആവാം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ആവാം? ആംബുലൻസിൽ കൊണ്ടുവരാം. അതുപോലെ എന്താണ്, ചിലപ്പോ വഴിയിലൂടെ നടന്നു പോകുന്നവരായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് സീൻ കാണുന്നവരായിരിക്കാം. ചിലപ്പോ തീ അണയ്ക്കാൻ വന്നവരല്ലേ, ഫയർ എൻജിൻസ്, അതിൽ വന്ന സ്റ്റാഫുകളായിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ പോലീസ് ആയിരിക്കാം. ഇത്രയും പേരാണ് ആര് ഫസ്റ്റ് റെസ്പോണ്ടർ ആയിട്ട് പറയുന്നത്. ആംബുലൻസിൽ ഫസ്റ്റ് റെസ്പോണ്ടറെ കൊണ്ടുവരാം, ആംബുലൻസ് ഡ്രൈവറിന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാം. അതുപോലെ തന്നെ എന്താണ്, ചിലപ്പോൾ വഴിയിലൂടെ നടന്നു പോകുന്നവരായിരിക്കാം. അതുപോലെ എന്താണ് അതർ ഏജൻസിയിൽ നിന്ന് അല്ലെ, അതർ ഏജൻസിയിൽ നിന്ന് വരുന്നവരായിരിക്കാം. പോലീസോ അല്ലെങ്കിൽ എന്താണ് ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന സ്റ്റാഫുകളോ ആയിരിക്കാം. ക്ലിയർ ആയോ? അപ്പോ ഫസ്റ്റ് റെസ്പോണ്ടർ അതിന്റെ ദൗത്യം എന്താണ്? ഏർലി ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫസ്റ്റ് റെസ്പോണ്ടർ. അവര് എന്താണ് അസീൻ കാണുന്ന ഫസ്റ്റ് വ്യക്തിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അവരുടെ ജോബ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഏർലി ക്രിട്ടിക്കൽ കെയർ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? CPR കൊടുക്കാം. അതുപോലെ എന്താണ് ഹാർട്ട് റീസ്യൂം ചെയ്യുന്ന മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അല്ലെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വ്യക്തികൾ അല്ലെ, അവരുടെ സ്റ്റാഫുകൾ അങ്ങനെയുള്ള സ്കില്ലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എന്താണ് ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഹാർട്ട് നിന്ന് പോയെങ്കിൽ ആ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആംബുലൻസിലൊക്കെ ആ വ്യക്തികളെ കൊണ്ടുവന്നിട്ട് അവർക്ക് അങ്ങനെയുള്ള ഏർലി ക്രിട്ടിക്കൽ കെയർ കൊടുക്കാം. പിന്നെ എന്താണ്, ചിലപ്പോൾ വഴിയിലൂടെ നടന്നു പോകുന്നവരായിരിക്കാം, CPR കൊടുക്കാൻ പറ്റും അവർക്ക്. അതുപോലെ തന്നെ എന്താണ് പോലീസോ അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന വ്യക്തികളോ ആകാം ആര് ഫസ്റ്റ് റെസ്പോണ്ടർ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി എന്താണ്
ആംബുലൻസ് ഡ്രൈവർ അല്ലെ. ആംബുലൻസ് ആ വാഹനം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ പറയുന്നതാണ് എന്ത്? ആംബുലൻസ് ഡ്രൈവർ. സം സർവീസ് എംപ്ലോയീസ് സ്റ്റാഫ് വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ, ജസ്റ്റ് ബേസിക് ഫസ്റ്റ് ട്രെയിനിങ്, whose work is to simply drive the vehicle. അപ്പൊ ആംബുലൻസ് ഡ്രൈവറിന്റെ ദൗത്യം അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് എന്താണ്? ആംബുലൻസ് നല്ല രീതിയിൽ ഓടിക്കുക അല്ലെ, അങ്ങനെയുള്ള ഡ്രൈവ് ചെയ്യുക, കറക്റ്റ് സ്പോട്ടിലോട്ട് എത്തുകയും ആ സ്പോട്ടിൽ നിന്ന് രോഗിയെ എടുത്തുകൊണ്ടുപോയി കറക്റ്റ് ഇതില് ആ ടൈമിനുള്ളിൽ രോഗിയെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആരുടേത്? ആംബുലൻസ് ഡ്രൈവറുടേത്. ഇനി നോക്കിയേ, ambulance drivers may also have training in using the radio. നമ്മൾ പഠിച്ചല്ലോ റേഡിയോ, ടു വേ റേഡിയോന്റെ കാര്യമൊക്കെ പഠിച്ചില്ലേ? അതുപോലെ എന്താണ്? knowing where medical supplies are stored in the ambulance. അതുപോലെ എന്താണ്? RDS പഠിച്ചില്ലേ? റേഡിയോ ഡാറ്റ സിസ്റ്റം ഒക്കെ പഠിച്ചല്ലോ നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ച വ്യക്തികളായിരിക്കണം ആര്? ആംബുലൻസ് ഡ്രൈവേഴ്സ്. എന്താണ് ടു വേ റേഡിയോ അറിയോ? എന്താണ് അതിൽ നടക്കുന്നത്? ആംബുലൻസ് ഡ്രൈവേഴ്സും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ക്ലിയർ ആയോ? അത് ടു വേ റേഡിയോ ഓർക്കുന്നുണ്ടോ പറഞ്ഞത്? എക്യുപ്മെന്റ്സ് പഠിച്ചപ്പോ ഓക്കെ. ഇനി എന്താണ്? RDS, കാർ റേഡിയോ പോലുള്ള സംവിധാനങ്ങളാണ് RDS എന്ന് പറയുന്നത്. റേഡിയോ ഡാറ്റ സിസ്റ്റം. അതും ഓപ്പറേറ്റ് ചെയ്യാൻ, അതിന്റെ ടെക്നിക്സ് അറിയാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം ആംബുലൻസ് ഡ്രൈവേഴ്സ്. അതുപോലെ എന്താണ്? മെഡിക്കൽ സപ്ലൈസ് അല്ലെ, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് അതുപോലെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എവിടെയാണ് ആംബുലൻസിൽ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും ആംബുലൻസ് ഡ്രൈവേഴ്സിന് അറിയേണ്ടതാണ്. അത്രയും കാര്യങ്ങളാണ് ആംബുലൻസ് ഡ്രൈവേഴ്സിന് അറിയേണ്ടത് കേട്ടോ. ഏതൊക്കെയാണ് അറിയേണ്ടത്? റേഡിയോ അല്ലെ, ടു വേ റേഡിയോ, അതുപോലെ RDS പോലുള്ള സംവിധാനങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ എന്താണ്? എക്യുപ്മെന്റ്സുകൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ആംബുലൻസിനുള്ളില് എക്യുപ്മെന്റ്സുകൾ, അപ്പൊ ഓക്സിജൻ മാസ്കുകൾ ഉണ്ടാവും, അതുപോലെ എന്താണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരും അല്ലെ രോഗികൾക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആംബുലൻസിനുള്ളില് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും ആംബുലൻസ് ഡ്രൈവേഴ്സിന് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ആംബുലൻസ് ഡ്രൈവറിൽ പറയുന്നത്. ആംബുലൻസ് ഡ്രൈവറിന്റെ ദൗത്യം എന്താണ് അല്ലെങ്കിൽ ജോബ് എന്താണ്? കറക്റ്റ് രീതിയിൽ ഡ്രൈവ് ചെയ്ത് ആ സ്പോട്ടിലോട്ട് എത്തുകയും അതിനുശേഷം രോഗിയെ ഹോസ്പിറ്റലിലോട്ട് കൃത്യസമയത്ത് എത്തിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആംബുലൻസിന്റേത്. കൂടെ എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? റേഡിയോ, ടു വേ റേഡിയോ, അതുപോലെ തന്നെയുള്ള RDSന്റെ സംവിധാനങ്ങൾ അറിഞ്ഞിരിക്കാം. അതുപോലെ എന്താണ്? ആംബുലൻസിനുള്ളിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ്, എവിടേക്കാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും ആംബുലൻസ് ഡ്രൈവേഴ്സിന് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? രണ്ട് കാര്യങ്ങളും, ഫസ്റ്റ് റെസ്പോണ്ടറും ആംബുലൻസ് ഡ്രൈവർ. ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കട്ടോ.
ക്ലിയർ ആയോ? ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ പോർഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലാസ് ചെയ്തോളൂ കേട്ടോ. 12 മണി വരെ ഉണ്ടോ? വായിച്ചോ? ഫസ്റ്റ് റെസ്പോണ്ടറും ആംബുലൻസ് ഡ്രൈവറും ക്ലിയർ ആണ്. ഇനി നോക്കിയേ, തേർഡ് ആണ് എന്ത്? നോൺ എമർജൻസി അറ്റൻഡന്റ്. എന്താ നോൺ എമർജൻസി അറ്റൻഡന്റ്? ഞാനായിരിക്കും കേട്ടോ. ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, 12 മണി വരെ ഉണ്ടാവും കേട്ടോ. തേർഡ് വൺ എന്താണ്? നോൺ എമർജൻസി അറ്റൻഡന്റ് അല്ലെ? നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ്? ഇവിടെ ഡ്യൂട്ടി എന്താവാം? നോൺ എമർജൻസി സിറ്റുവേഷനിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മുമ്പ് പഠിച്ച കാര്യങ്ങള് നമ്മൾ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി ഒക്കെ പഠിച്ചില്ലേ? ഇംഗ്ലീഷ് മിസ് ഇന്ന് ഉണ്ടാവില്ല കേട്ടോ. ഞാനാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ആരായിരിക്കാം നോൺ എമർജൻസി അറ്റൻഡന്റ്? ട്രാൻസ്പോർട്ട് ആംബുലൻസ് അല്ലെ? ഏത് ടൈപ്പ് ആണത്? ഏത് ടൈപ്പാണ്? അവരുടെ ഡ്യൂട്ടി എന്തായിരുന്നു? പേഷ്യന്റിനെ ചെക്ക് ചെയ്യലാണോ? ഡയാലിസിസ് കറക്റ്റ് ആണ്. എന്താണ് പേഷ്യന്റിന് ഇപ്പൊ ഡയാലിസിസ് സിറ്റുവേഷനില് ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ട സമയത്ത് എന്താണ് പേഷ്യന്റിനെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടി, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആരുടേത്? ടൈപ്പ് ഡി അല്ലെ? ടൈപ്പ് ഡി ആംബുലൻസിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അത് തന്നെയാണ്, സെയിം സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? നോൺ എമർജൻസി അറ്റൻഡന്റ്. This role has different level of training across the world, but these staff are commonly only needed to carry out patient transport duties. അപ്പൊ ഇവിടെ ഡ്യൂട്ടി എന്താണ്? മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്താ പറയുന്നത്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടി അല്ലെ? പേഷ്യന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഈ നോൺ എമർജൻസി അറ്റൻഡന്റ്. ക്ലിയർ ആയോ? നോൺ എമർജൻസി അറ്റൻഡേഴ്സ് ചെയ്യുന്നത് ഡ്യൂട്ടി എന്താണ്? പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, rather than the acute care. അപ്പോ അവിടെ പറയുന്നത് എന്താണ്? പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക. വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക്, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കും. എക്സാമ്പിൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഡയാലിസിസ് പേഷ്യൻസ് കേട്ടോ. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൊവൈഡർ, they may be instructed the first aid or extended skills such as use of an AED, oxygen therapy, and other life-saving or palliative skills. They may give emergency cover when other units are not obtainable, or when accompanied by a fully qualified technicians or paramedics. എന്താ പറയുന്നത്? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഇപ്പോ ഞാൻ പറഞ്ഞു അല്ലെ, ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ആംബുലൻസില് വീട്ടിൽ നിന്ന് എന്താണ് അങ്ങോട്ടേക്ക് അല്ലെ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. ഇപ്പൊ ആംബുലൻസിൽ കിടത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് രോഗിക്ക് എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഹെൽത്ത് കണ്ടീഷൻ മോശമാവുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇല്ലാത്ത സാഹചര്യത്തിൽ നോട്ട് ഒബ്റ്റെയിനബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
ആരും അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തില് എന്ത് ചെയ്യണം, ഇവർക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസിന് കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ എന്താണ്, ഓക്സിജൻ മാസ്ക് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് ചെയ്തു കൊടുക്കേണ്ടി വരും. അതാണ് ഇവര് ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. എന്താണ്, ആരുമില്ലാത്ത, നോട്ട് ഒബ്റ്റൈനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് അവൈലബിൾ, ആരുമില്ലാത്ത സാഹചര്യത്തില്, വേറൊരു സ്റ്റാഫുകളും ഇല്ലാത്ത സാഹചര്യത്തില് പേഷ്യന്റിന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. ഇനി സെക്കൻഡ് പറയുന്നത് എന്താണ്, പാരാമെഡിക്സോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിന്റെ അവര് പറയുന്നത് അനുസരിച്ചിട്ട് ചിലപ്പോ എന്താണ്, അവരും കൂടി വരാം അല്ലെ, ആക്സിഡന്റ് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും രോഗികളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തില് പാരാമെഡിക്കൽ സ്റ്റാഫുകളോ അല്ലെങ്കിൽ എന്താണ് ടെക്നീഷ്യൻസും ഒക്കെ വരാം. അപ്പൊ ഇവരും കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവരെന്താണ്, അവരെക്കാട്ടിലും ടെക്നീഷ്യൻസും പാരാമെഡിക്സും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോൺ എമർജൻസി അറ്റൻഡിനേക്കാളും നല്ല ഹൈ ക്വാളിറ്റി സ്കില്ലുള്ളതും ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവര് ഓർഡർ കൊടുക്കുമ്പോ ഇങ്ങനെ ചെയ്യും, ഈ രോഗിക്ക് ഇങ്ങനെ കൊടുക്കും എന്ന് പറയുന്ന ആ ഓർഡർ കൊടുക്കുമല്ലോ. അപ്പൊ അവര് ഓർഡർ കൊടുക്കുന്നത് അനുസരിച്ചിട്ട് ഇവർക്ക് ആ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് കേട്ടോ ഇത് പറയുന്നത്. 2 പോയിന്റും ക്ലിയർ ആയോ? എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, ഈ ടെക്നീഷ്യൻസും പാരാമെഡിക്സും ഒക്കെ ഇല്ല, ഇവരെ മാത്രമേ ഉള്ളൂ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ഈ അറ്റൻഡേഴ്സ് മാത്രമുള്ളെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പേഷ്യന്റിന് വല്ല ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ ഡ്യൂട്ടി, ആരും അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ ഇവർക്ക് ആ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഈ പാരാമെഡിക്സ് അതുപോലെ എന്താണ് ടെക്നീഷ്യൻ സ്റ്റാഫുകളൊക്കെ ഉള്ള സന്ദർഭത്തില് ഈ പാരാമെഡിക്സ് ഒക്കെ ഓർഡർ കൊടുക്കും, ഇന്നത് ചെയ്യും, ഈ രോഗിക്ക് ഇത് കൊടുക്കൂ, അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് വെച്ച് കൊടുക്കൂ. അങ്ങനെയുള്ള ഓർഡേഴ്സുകൾ ഇവരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കിയേ, എമർജൻസി കെയർ അസിസ്റ്റന്റ്. എന്താണ് പറയുന്നത്, എമർജൻസി ആയിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും കെയർ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ സ്റ്റാഫുകളാണ് അല്ലെ, ആ സ്റ്റാഫുകളെ എമർജൻസി കെയർ കൊടുക്കേണ്ട ആ സ്റ്റാഫുകളെ പറയുന്നതാണ് എമർജൻസി കെയർ അറ്റൻഡന്റ്. നോക്കിയേ, ഫോർത്ത് ലൈൻ ആംബുലൻസ് ഡ്രൈവേഴ്സ് who arrive at occurrence in both emergency and non-emergency situations. ഇപ്പോ ഈ ആംബുലൻസ് ഡ്രൈവറിന്റെ കൂടെ എന്താണ് എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് നോൺ എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് ആ സിറ്റുവേഷനിൽ ആ സന്ദർഭത്തിലെ രോഗികളെ കൊണ്ടുപോകാനായിട്ട് എമർജൻസി അല്ലാത്ത രോഗികളും ഉണ്ടാവാം, നോൺ എമർജൻസി അല്ലെ എമർജൻസി ആയിട്ടുള്ള രോഗികളും ഉണ്ടാവാം. എമർജൻസി ആയിട്ടുള്ള രോഗികളും ഉണ്ടാവാം അല്ലെങ്കിൽ എന്താണ് നോൺ എമർജൻസി അല്ലാത്ത രോഗികളും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്താണ് ആംബുലൻസ് ഡ്രൈവർക്ക് ആ സ്പോട്ടിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ട് വരും. Their job is to help the technician or paramedics. They are working with carrying out their duties such as making up medications, setting up fluids, or doing simple observation. അപ്പോ ഈ പാരാമെഡിക്സ് ഉണ്ടാവും, ചിലപ്പോ എന്താണ് എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ആകുമ്പോൾ എന്താണ് ടെക്നീഷ്യൻസ് ഉണ്ടാവും, പാരാമെഡിക്സ് ഒക്കെ ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അവരുടെ കൂടെ ആരും വരണം, എമർജൻസി കെയർ അസിസ്റ്റന്റും വരണം. അപ്പോ ഇവരുടെ ഈ ഡ്യൂട്ടി, ഈ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹെൽപ്പ് ദ ടെക്നീഷ്യൻസ് ആൻഡ് പാരാമെഡിക്സ്. അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. എന്താ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഹെൽപ്പ് ദ ടെക്നീഷ്യൻസ് ആൻഡ് പാരാമെഡിക്സ് അല്ലെ, അവരുടെ ടെക്നീഷ്യൻസിന്റെയും പാരാമെഡിക്സിന്റെയും ജോലിയില് സഹായിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഹെൽപ്പ് ദ ടെക്നീഷ്യൻസ് ആൻഡ് പാരാമെഡിക്സ്,
അപ്പോ അവരുടെ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ അവരുടെ വർക്കിൽ അവരെ സഹായിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആരുടേത്? എമർജൻസി കെയർ അസിസ്റ്റന്റിന്റേത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം? രോഗികൾക്ക് മെഡിക്കേഷൻസ് അല്ലെ, മരുന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാം. അപ്പൊ മരുന്ന് കൊടുക്കാനായിട്ട് സഹായിക്കുക. അതുപോലെ എന്താണ്? ഫ്ലൂയിഡ്സ് ഒക്കെ അല്ലെ, സെറ്റിംഗ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇപ്പൊ ട്രിപ്പ് ഒക്കെ ഇടുന്ന സാഹചര്യം ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ രോഗികളെ ട്രിപ്പ് ഒക്കെ ഇടേണ്ട സാഹചര്യമൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ഇടേണ്ട സാധനങ്ങളൊക്കെ സജ്ജീകരിച്ചു കൊടുക്കുക, എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചു കൊടുക്കുക. ഇനി എന്താണ്? ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻ. സിമ്പിൾ ഒബ്സർവേഷന് നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? എമർജൻസി കെയർ അസിസ്റ്റന്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവരുടെ കൂടെ അല്ലെ, എമർജൻസി സിറ്റുവേഷൻ ആയാലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആയാലും അവരുടെ കൂടെ ഇവര് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ടെക്നീഷ്യൻസ്, പാരാമെഡിക്സിന്റെ വർക്കിലൊക്കെ സഹായിക്കുക. എന്ത് വർക്ക് അവർ ചെയ്യുന്നത്? രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ മരുന്നിൽ ഇപ്പൊ ട്രാൻസ്പോർട്ടിങ് സമയത്ത് രോഗികൾക്ക് മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാം, സജ്ജീകരിച്ചു കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ട്രിപ്പിടുന്ന സാഹചര്യം വരാം, ട്രിപ്പിടുന്ന എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ സജ്ജമാക്കി കൊടുക്കാം. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് രോഗികളെ ഒബ്സർവേഷൻ നിരീക്ഷിക്കുകയും വേണം. ഓക്കെയാണോ? മനസ്സിലായോ? വായിച്ചു നോക്കിയേ, രണ്ടൊന്ന് വായിച്ചു നോക്കിയേ. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇല്ല, 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. വെള്ളം കുടിക്കുക ഒക്കെ ചെയ്തിട്ട് വന്നോളൂ കേട്ടോ.
നോക്കാം അടുത്തത്. ബ്രേക്ക് കഴിഞ്ഞു കേട്ടോ. ഇഷ്ടമായി എല്ലാവരും? ഇനി നോക്കിയേ, 5th വൺ നോക്കിയേ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അല്ലെ, എമർജൻസി കെയർ കൊടുക്കുന്ന ടെക്നീഷ്യൻസ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. ടെക്നീഷ്യൻസ് ആർ ജനറലി ഏബിൾ ടു ഡു വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി സ്കിൽസ്. അപ്പോ ഈ ടെക്നീഷ്യൻസിന് എന്താണ്, നല്ല രീതിയിലുള്ള എമർജൻസി സ്കില്ല് ലഭിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് എമർജൻസി കെയറില് നല്ല രീതിയിൽ ട്രെയിനിങ് ലഭിച്ചവരായിരിക്കാം ആര്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. എന്തിലൊക്കെയാണ് ട്രെയിനിങ് നോക്കിയേ. ഡീഫൈബ്രിലേഷൻ അറിയാലോ നമുക്ക്, എന്താണ് ഹാർട്ട് റീസ്റ്റാർട്ട് അല്ലെങ്കിൽ റീസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചവരായിരിക്കാം. അതുപോലെ എന്താണ് സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ. എന്താണ് ഇമ്മൊബിലൈസേഷൻ? നിശ്ചലമാക്കുക. ഇപ്പൊ സ്പൈനലിന് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, ഇഞ്ചുറീസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അനക്കാതെ ഒക്കെ നമ്മൾ കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആരോഗ്യങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചവരായിരിക്കാം. പിന്നെന്താണ് ബ്ലീഡിങ് കൺട്രോൾ. ബ്ലീഡിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനൊക്കെ എന്താണ് പ്രത്യേക രീതിയിലുള്ള സ്കില്ല് ലഭിച്ചവരാണ് ആര്, മെഡിക്കൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഇനി നെക്സ്റ്റ് നോക്കിയേ, സ്പ്ലിറ്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ്. സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുക. സസ്പെക്റ്റഡ് ഫ്രാക്ചർ, ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സംശയമായിരിക്കാം, എന്തെങ്കിലും പൊട്ടലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒടിഞ്ഞിട്ടുണ്ടോ, ഫ്രാക്ചർ ഉണ്ടോ എന്നൊക്കെ സംശയാസ്പദമായിട്ട് നമുക്ക് തോന്നാം. അങ്ങനെയുള്ള സാഹചര്യത്തില് അവരെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതൊക്കെ അനക്കാതെ കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ പ്രത്യേക ട്രെയിനിങ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. കാര്യങ്ങൾക്കൊക്കെയാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്, പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ ഈ കാര്യങ്ങള്? ഡീഫൈബ്രിലേഷൻ അല്ലെ, എന്താണ് ഡീഫൈബ്രിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന ആ എക്യുപ്മെന്റ്. അതുപോലെ എന്താണ് സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ, സ്പൈനലിന് എന്താണ് നിശ്ചലമാക്കുക. ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിശ്ചലമാക്കുക. സ്പൈനലിന് എന്തെങ്കിലും ഇഞ്ചുറീസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറീസിൽ എന്താണ് സ്പൈനലിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അനക്കാതെയൊക്കെ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ ട്രെയിനിങ് ലഭിച്ചത്. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്. അതുപോലെ എന്താണ് സ്പ്ലിറ്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചർ. സസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സംശയാസ്പദമായ. സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സപ്പോർട്ട് ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കോ കാലിനോ കുട്ടികൾക്ക് എന്തെങ്കിലും മുട്ടലോ തട്ടലോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് സംശയാസ്പദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് അവരെ നമ്മൾ എന്ത് ചെയ്യണം, മുട്ടാതെ എങ്ങും തട്ടാതെ കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ട്രെയിനിങ് ലഭിച്ചവരാണ് ആര്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ, ഇനി എന്താണ് അങ്ങനെ എന്താണ് പേഷ്യൻസിന് നല്ല രീതിയിൽ മെഡിക്കേഷൻസ് കൊടുക്കുക, അതുപോലെ തന്നെ ഓക്സിജൻ തെറാപ്പി ഒക്കെ കൊടുക്കുന്നവര്. ഓക്കെ, അപ്പൊ എന്താണ് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്ന പേഷ്യൻസിനൊക്കെ ചെയ്യാം ഓക്സിജൻ തെറാപ്പികൾ കൊടുക്കാം, ഓക്സിജൻ മാസ്ക് വെച്ച് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, മെഡിക്കേഷന്റെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം, അങ്ങനെ ചെയ്തു കൊടുക്കാം. അങ്ങനെയുള്ള പ്രത്യേക ആയിട്ടുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ഉള്ളവരാണ് ആര്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. Certain countries split this term into levels, such as in the US, where the EMT basic and EMI എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. EMT എന്നാക്കണം കേട്ടോ, മെഡിക്കൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്, EMT ഇന്റർമീഡിയറ്റ്. അപ്പോ ഈ US-ല് എന്താണ് ചില കൺട്രീസില് എന്താണ് ഈ ടേമിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. US-ൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, എന്താണ് EMT ബേസിക് എന്നും EMT ഇന്റർമീഡിയറ്റ് എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് രീതിയിലാണ് പറയുന്നത്. EMT ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക് കാര്യങ്ങൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് EMT ബേസിക് എന്ന് പറയുന്നത്.
ഇനി EMT ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ കുറച്ചുകൂടി സ്കില്ലും കാര്യങ്ങളും ഉള്ള സ്റ്റാഫുകള്. അപ്പോ എന്താണ്, അങ്ങനെയുള്ള സ്റ്റാഫുകളെയാണ് ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത്. ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സ്റ്റാഫുകൾ, അത്രയധികം ക്വാളിഫിക്കേഷനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്റ്റാഫുകളാണ് EMT ബേസിക് എന്ന് പറയുന്നത്. ഇനി EMT ഇന്റർമീഡിയറ്റ് എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല രീതിയിൽ സ്കില്ലും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ എന്താണ്, ബേസിക് EMT ബേസിക്കിനെക്കാളും നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷനും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേക രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റാഫുകളെ പറയുന്നതാണ് എന്ത്? EMT ഇന്റർമീഡിയറ്റ്. ക്ലിയർ ആയോ? അപ്പൊ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസിൽ പറഞ്ഞത് എന്താണ്? നല്ല രീതിയിലുള്ള എമർജൻസി കെയർ കൊടുക്കുന്ന സ്റ്റാഫുകളാണ് ആര്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിലാണ് കെയർ കൊടുക്കുന്നത്? ഡീഫൈബ്രിലേഷൻ അല്ലെ, ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ, സ്പൈനൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ നമ്മള് അനക്കാതെ പേഷ്യൻസിനെ കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് ലഭിക്കുക. അതുപോലെ തന്നെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട്, അതുപോലെ സ്ട്രിക്റ്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ്. നമ്മൾ എന്തെങ്കിലും ഇപ്പോ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തില് നമുക്ക് എന്തെങ്കിലും സംശയാസ്പദമായി എന്റെ കാലിന് എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ട് അങ്ങനെയുള്ള ഒന്നും തോന്നാറ് സംശയാസ്പദമായിട്ട്, അപ്പൊ എന്തെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ ആ രോഗി എന്ത് ചെയ്യണം? മുട്ടാതെ തട്ടാതെ കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് ലഭിച്ചവരാണ് ആര്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. ഇനി UK-യില് ഈ ടേമിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. EMT ബേസിക് എന്നും EMT ഇന്റർമീഡിയറ്റ് എന്നും. EMT ബേസിക് എന്ന് പറഞ്ഞാല് ബേസിക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്റ്റാഫുകളെയാണ് ബേസിക് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അവരെക്കാളും കുറച്ചുകൂടി ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള സ്കില്ലുകളും ഇവർക്ക് ഉണ്ടാകും. ക്ലിയർ ആയോ? ഇനി രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെ, ആരെന്ന് പഠിച്ചിട്ടുണ്ടോ? രജിസ്റ്റേർഡ് നേഴ്സ് ആരാ? പഠിച്ചിട്ടുണ്ടോ? ആരൻ പഠിച്ചിട്ടില്ല? ഓർമ്മയില്ല? വേറെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ? ആരൻ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? Registered nurse നോക്കിയേ. In certain system, nurse are the principal providers of advanced level care on ambulance, usually in place of paramedics. Nurse may also work on ambulance for clinical care transport. അപ്പോ എന്താണ്, സാധാരണയായിട്ടുള്ള ആംബുലൻസിൽ ഈ ആറിനുണ്ടാവോ? രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടാവോ? ഉണ്ടാവാറുണ്ടോ? ഇല്ല. ആരൊക്കെയാണ് പിന്നെ ഉണ്ടാവുന്നത്? ആരൊക്കെ ഉണ്ടാവും പിന്നെ? ഡ്രൈവേഴ്സ് ഉണ്ടാവും, അസിസ്റ്റന്റ്സ്, ഓക്കെ, പാരാമെഡിക്സ്, അങ്ങനെയുള്ള ആളുകളാണ് ഇത് യൂഷ്വലി ആയിട്ടുള്ള അല്ലെ സാധാരണയായിട്ടുള്ള ആംബുലൻസിൽ ഉണ്ടാകുന്നത്. ഈ RN വരുന്നത്, രജിസ്റ്റേർഡ് നേഴ്സ് വരുന്നത് എന്താണ്? അഡ്വാൻസ് ലെവൽ കെയർ ആംബുലൻസിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാ? ഏത് ആംബുലൻസ് ആണ് അഡ്വാൻസ് ലെവല്? ഏത് ടൈപ്പ് ആണ് അഡ്വാൻസ് ലെവൽ കൊടുക്കുന്നത്? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. രോഗികൾക്ക് അഡ്വാൻസ് ടൈപ്പ് D അല്ലേ? ഏത് തരം രോഗികളെയാണ് കൊണ്ടുപോകുന്നത് അവിടെ ആംബുലൻസില്? ഏത് തരം രോഗികളെയാണ്? അഡ്വാൻസ് ലെവൽ കാർഡിയാക് അല്ലെ, കാർഡിയാക് കെയർ കൊടുക്കേണ്ട രോഗികളെയാണ്, ഹൃദയമായിട്ട് ബന്ധപ്പെട്ട രോഗികളെയാണ് ഈ ടൈപ്പ് ഡിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോ അവിടെ ഈ രജിസ്റ്റേർഡ് നേഴ്സ് വരുന്നത് അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള രോഗികളെ, ടൈപ്പ് D ആംബുലൻസിലാണ് രജിസ്റ്റേർഡ് നേഴ്സ് വരുന്നത്. സാധാരണ ആയിട്ടുള്ള ആംബുലൻസിൽ രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടാവില്ല. അഡ്വാൻസ് കെയർ കൊടുക്കേണ്ട രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസിലാണ് രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്നത്? ഓക്കെ. ഇനി എന്താണ് പാരാമെഡിക്സ് അല്ലെ?
പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഡോക്ടർ അല്ലെങ്കിൽ നഴ്സോ ആണോ? ആരാ പാരാമെഡിക്സ്? അല്ല. പിന്നെ ആരായിരിക്കും? ഡോക്ടറോ നഴ്സോ അല്ലാതെയുള്ള മെഡിക്കൽ ഫീൽഡിൽ വരുന്ന സ്റ്റാഫുകള്. ഓക്കെ, this is a high level of medical training and often comprised of key skills not allowable for technicians such as cannulation, and with it the ability to administer the range of drugs such as morphine. And the morphine and the drugs ആണ് അല്ലെ. എന്തിനു യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്? സെഡേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉണ്ടാവൂലേ? പെയിൻ കില്ലേഴ്സ് ഒക്കെ, വേദന സംഹാരി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതാണ് മോർഫിൻ എന്ന് പറയുന്നത്. അറിയാത്തവരെ എഴുതിച്ചോളൂ കേട്ടോ. മോർഫിൻ എന്ന് പറഞ്ഞത് വേദന സംഹാരി. മോർഫിൻ മീൻസ് വേദന സംഹാരി. Tracheal intubation and other skills such as executing a cricothyrotomy. ഓക്കെ, എന്താ പറയുന്നത് ഇവിടെ? പാരാമെഡിക്സ് എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറോ നഴ്സോ അല്ല. പിന്നെ ആരാണ്? അവരുടെ കീഴിൽ വരുന്ന സ്റ്റാഫുകളെയാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡോക്ടറോ നഴ്സോ അല്ലാതെ അവരുടെ കീഴിൽ വരുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവരെ പറയുന്നതാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഇവർക്ക് എങ്ങനെയുള്ള ട്രെയിനിങ് ആണ് ലഭിച്ചിരിക്കുന്നത്? ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ആണ് പാരാമെഡിക്സിന് കൊടുക്കുന്നത്. ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ്. ഡോക്ടറോ നഴ്സോ അല്ല, അവരുടെ കീഴിൽ വരുന്ന സ്റ്റാഫുകളാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ട്രെയിനിങ് ആണ് ലഭിക്കുന്നത്? ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ആണ് ഇവർക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇവരെന്താ ചെയ്യുന്നത്? കാനുലേഷൻ അല്ലെ. കാനുലേഷൻ എന്താ? കാനുല പഠിച്ചിട്ടില്ലേ? നമ്മുടെ ഞരമ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കാനുല പ്ലേസ് ചെയ്തുകൊണ്ട് ചിപ്പ് ഇടുന്നത് അല്ലെ. കാനുല പ്ലേസ് ചെയ്തുകൊണ്ട് എന്താ ചെയ്യാ? ഇപ്പൊ മരുന്നുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കേൾക്കും. അങ്ങനെയുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നതിനെയാണ് നമ്മുടെ കാനുലേഷൻ എന്ന് പറയുന്നത്. കാനുല പ്ലേസ് ചെയ്തുകൊണ്ട് കാനുലേഷൻ ചെയ്യുന്നു. മോർഫിൻസ് ഒക്കെ, വേദന സംഹാരിയൊക്കെ അതിലൂടെ അവരെ ഇൻജെക്ട് ചെയ്ത് കയറ്റുന്നത്. ഓക്കെ, ആയിരിക്കും. പിന്നെന്താ പറയുന്നത്? ഇപ്പോ എന്താ പറഞ്ഞത്? ട്രക്കിയൽ ഇൻക്യുബേഷൻ അല്ലെ. ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആളുകൾക്കൊക്കെ വായയിലൂടെയോ അല്ലെങ്കിൽ എന്താണ് നോസിലൂടെയോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എയർവേ നല്ല രീതിയിലുള്ള മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ലങ്സിലേക്ക് വേണ്ടിയിട്ട് ട്യൂബ് ഇട്ട് കൊടുക്കുന്നതിനെയാണ് ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? വായിലൂടെയോ മൗത്തിലൂടെയോ നോസിലൂടെയോ ട്യൂബുകള് ലങ്സിലേക്ക് ഇറക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ കൊടുക്കുന്നു. അതാണ് ട്രക്കിയൽ ഇൻക്യുബേഷൻ. ക്ലിയർ ആയോ? ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിലൂടെയോ മൗത്തിലൂടെയോ വായിലൂടെയോ നോസിലൂടെയോ മൂക്കിലൂടെയോ വായിലൂടെയോ ആണ് ഇത് ചെയ്യുന്നത്. ഈ ട്യൂബ് കടത്തിയിട്ട് ലെൻസിലേക്ക് എയർ കൊടുക്കുന്നത്, ഓക്സിജൻ കൊടുക്കുന്നത്. ഇനി എന്താണ്? ക്രൈക്കോതൈറോട്ടോമി. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇത് എന്താണ്? നെക്കിലൂടെ എന്ത് ചെയ്യുന്നത്? നെക്കിലൂടെയാണ് ട്യൂബ് കടത്തിയിട്ട് എന്ത് ചെയ്യുന്നത്? എയർവേ ലെൻസിലോട്ട് ഓക്സിജൻ ലെൻസിലോട്ട് എത്തിക്കുന്നത്. ക്ലിയർ ആയോ? ട്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്നത് നെക്കിലൂടെ ഒരു മുറിവിട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലെൻസ് ട്യൂബ് കടത്തിവിട്ട് ലെൻസിലേക്ക് എയർ പാസ് ചെയ്ത് കൊടുക്കുന്നു.
ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാല് മൂക്കിലൂടെയോ വായിലൂടെയോ ട്യൂബ് കടത്തിയിട്ട് ലെൻസിലേക്ക് എയർ എത്തിക്കുന്നു. എന്താ പറയാ, ട്രൈക്കോതൈറോട്ടോമിയിൽ എന്താ പറഞ്ഞത്, നെക്കിലൂടെ കേട്ടോ, നെക്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്യൂബ് കടത്തിയിട്ട് ലെൻസിലേക്ക് എയർ എത്തിക്കുന്നു, ഓക്സിജൻ എത്തിക്കുന്നു. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് പാരാമെഡിക്സ് അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. കാനുലേഷൻ, ട്രക്കിയൽ ഇൻറ്റുബേഷൻ, അതുപോലെ ട്രൈക്കോതൈറോട്ടോമി അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് പാരാമെഡിക്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവർക്ക് എന്താണ്, ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്, എന്താ പറയുന്നത്, ഡോക്ടേഴ്സിന്റെയോ നേഴ്സോ അല്ല, അവരുടെ കീഴിൽ വരുന്നവരാണ് ആര്, ഈ പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. 3 കാര്യങ്ങളോട് കൂടിയുള്ളൂ കേട്ടോ. വായിച്ചു നോക്കട്ടോ 3 കാര്യങ്ങൾ. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, 8th പോയിന്റ് ആണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. പ്രാക്ടീഷണർ എന്ന് പറയുന്നത് എന്താണ്? കൂടുതലായിട്ട് ഇവർക്ക് ട്രെയിനിങ് ലഭിച്ചവരായിരിക്കും ഈ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് പൊസിഷൻ ഈസ് ഔട്ട്ലൈൻഡ് ടു ബ്രിഡ്ജ് the link between ambulance care and the care of a general practitioner. So general practitioner ഇന്റെയും ആംബുലൻസ് കെയർ ഇന്റെയും അല്ലെ ഡോക്ടേഴ്സ് ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡോക്ടേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജനറൽ പ്രാക്ടീഷണർ മീൻസ് ഡോക്ടേഴ്സ് ആണ്. ഡോക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ ടെക്നീഷ്യൻസിന്റെയും ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ വരുന്ന വ്യക്തികളാണ് ആര്? എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡോക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെയും ഒരു ഉള്ളിലായിട്ട് നടുക്കായിട്ട് വരുന്ന ആളുകളാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഈ CPs are already eligible paramedics. അവരെന്താണ്? ഓൾറെഡി എലിജിബിൾ ആയിട്ടുള്ള പാരാമെഡിക്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്?
who have gone through further training, അല്ലെ? നല്ല രീതിയിലുള്ള ട്രെയിനിങ് ലഭിച്ചവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. എന്തൊക്കെ ട്രെയിനിങ് ആണ് ലഭിച്ചിരിക്കുന്നത്? And are trained to dictate medicines for longer period care, such as antibiotics, as well as being trained in a range of additional diagnostic techniques. എന്താ പറയുന്നത്? കൂടുതൽ ലോങ്ങർ പീരീഡിലേക്ക് കെയർ കൊടുക്കേണ്ട രോഗികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കേണ്ട ആന്റിബയോട്ടിക്സ് ഏതൊക്കെയാണ്, അവർക്ക് ഏതൊക്കെ രീതിയിൽ കെയർ കൊടുക്കണം, അതുപോലെ തന്നെ അവരുടെ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ഏതൊക്കെയാണ്, അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ ട്രെയിനിങ് ലഭിച്ചവരായിരിക്കും ആര്? എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? കൂടുതല് ലോങ് ടൈമിലേക്ക്, ലോങ് പീരീഡിലേക്ക് കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ഉണ്ടാവും. ആ പേഷ്യൻസിന്റെ ആന്റിബയോട്ടിക്സ്, അവർക്ക് കൊടുക്കേണ്ട മരുന്നുകളെ കുറിച്ചുള്ള അറിവ്, പ്രത്യേക അറിവ് ലഭിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്, അഡീഷണൽ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്സിനെ കുറിച്ചുള്ള ട്രെയിനിങ് ലഭിച്ചവരായിരിക്കാം ആര്? എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഈ എമർജൻസി കെയർ പ്രാക്ടീഷണറിൽ എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്? ജനറൽ പ്രാക്ടീഷണർ, അല്ലെ? ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടേഴ്സിന്റെയും ആരുടെയും ടെക്നീഷ്യൻസിന്റെയും ഉള്ളിൽ വരുന്നവരാണ് ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഇവരെന്താണ്? ഓൾറെഡി എലിജിബിൾ പാരാമെഡിക്സ് ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫർദർ ട്രെയിനിങ് ലഭിച്ചവരാണ് ആര്? ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ. എന്തിനൊക്കെയാണ് ട്രെയിനിങ് ലഭിച്ചിരിക്കുന്നത്? ലോങ് പീരീഡിലേക്ക് കെയർ കൊടുക്കേണ്ട പേഷ്യൻസിന് അവർക്ക് കൊടുക്കേണ്ട ആന്റിബയോട്ടിക് അങ്ങനെയുള്ള മരുന്നിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്, അതിനുള്ള പ്രത്യേക ട്രെയിനിങ് ലഭിച്ചവരായിരിക്കാം ആര്? എമർജൻസി കെയർ പ്രാക്ടീഷണർ. ക്ലിയർ ആണോ? മനസ്സിലായി? ഇനി ഫിസിഷ്യൻ അസിസ്റ്റന്റ്. Physician assistants are seen mainly in English-speaking countries and are known as physician associates. അപ്പോൾ ഈ physician assistant-നെ English-speaking countries പറയുന്ന പേരാണ് എന്ത്? physician associate. അതിൽ വരച്ചു വെക്കാട്ടോ. physician assistant-നെ പറയുന്ന English-speaking countries പറയുന്ന മറ്റൊരു പേരാണ് physician associate. In some countries, pairs mirror the practice of physician and are able to provide the range of medical skills a physician provides. They normally work in disassociation with a physician, though in an ambulance environment, this may not be possible. Instead, advanced direction or electronic communication is available to PAs to consult with the physician when needed. എന്ന് പറയുന്നത് ഈ ഫിസിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PA അല്ലെ, എന്താണ്? ഫിസിഷ്യൻ അസോസിയേറ്റ് അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ്, അല്ലെ? ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഫിസിഷ്യന്റെ കീഴിൽ വരുന്നവരാണ്. ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിസിഷ്യന്റെ കീഴിൽ വരുന്നവരാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുപോലെ എന്താണ്? ഫിസിഷ്യൻ ചെയ്യുന്ന മെഡിക്കൽ സ്കിൽസും ഇവർക്കുണ്ട്. ഫിസിഷ്യൻ എന്താണോ ചെയ്യുന്നത് അതുപോലുള്ള മെഡിക്കൽ സ്കിൽസും ആർക്കുണ്ട്? ഫിസിഷ്യൻ അസിസ്റ്റന്റിനുണ്ട്. അതുപോലെ ഇപ്പോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസില് ഫിസിഷ്യൻ ഇല്ലാത്ത രോഗികളെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ഫിസിഷ്യൻ ഇല്ലാത്ത സന്ദർഭത്തില് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ് രോഗികൾക്ക് വേണ്ട എല്ലാ കെയറിങ്ങും ചെയ്തു കൊടുക്കുന്നത്. എന്താ പറഞ്ഞത്? ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസില് രോഗികളെ കൊണ്ടുപോകുന്ന, ആംബുലൻസിൽ രോഗികളെ കൊണ്ടുപോകുന്ന സന്ദർഭത്തില് ഫിസിഷ്യൻ ഇല്ലെങ്കിൽ അവരുടെ അഭാവത്തില് ആരാണ് രോഗികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്? ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഇപ്പോ ഫിസിഷ്യനും ഫിസിഷ്യൻ അസിസ്റ്റന്റും ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്. രോഗികളെ കൊണ്ടുപോകുമ്പോ
ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി രോഗികളെ ഫിസിഷ്യൻ ഓർഡർ കൊടുക്കുന്നതനുസരിച്ചിട്ട് രോഗികൾക്ക് എന്താണോ കെയർ കൊടുക്കേണ്ടത് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി ചെയ്ത് രോഗികൾക്ക് ഏത് തരത്തിലുള്ള കെയറാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരത് രോഗികൾക്ക് ചെയ്തു കൊടുക്കുന്നു. അതാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസില് ഫിസിഷ്യൻ അസോസിയേറ്റ് എന്നാണ് പറയുന്നത്. ഫിസിഷ്യന്റെ കീഴിൽ വരുന്നവരാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഫിസിഷ്യൻ എന്താണ് ഫിസിഷ്യന്റെ എല്ലാ മെഡിക്കൽ സ്കിൽസുകളും ഈ ഫിസിഷ്യൻ അസോസിയേറ്റിനുണ്ട്. അതുപോലെ ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസില് രോഗികളെ കൊണ്ടുപോകുമ്പോൾ, ആംബുലൻസിൽ രോഗികളെ കൊണ്ടുപോകുമ്പോൾ ഫിസിഷ്യൻ ഇല്ലെങ്കിൽ ഈ ഫിസിഷ്യൻ അസോസിയേറ്റ് വന്നിട്ടാണ് അവർക്ക് ആ ഫിസിഷ്യൻ അസോസിയേറ്റ് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ എന്താണ് ആ വാഹനത്തിൽ ഉണ്ടാകും. ആ വാഹനത്തിൽ എല്ലാ കാര്യങ്ങളും ഫിസിഷ്യൻ അസോസിയേറ്റ് ആണ് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തു പറഞ്ഞല്ലോ. എന്താണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് രോഗികൾക്ക് എന്താണ് കൊടുക്കേണ്ടത്, എങ്ങനെ ചെയ്തു കൊടുക്കുന്നത്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി ഫിസിഷ്യൻ അസോസിയേറ്റിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് രോഗികൾക്ക് എന്ത് കെയറാണ് കൊടുക്കേണ്ടത് അത് ഫിസിഷ്യൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നത്, രോഗികൾക്ക് അതിനുള്ള കെയറുകൾ കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റിൽ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? എമർജൻസി കെയർ പ്രാക്ടീഷണറും ഫിസിഷ്യൻ അസിസ്റ്റന്റും ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണ്? ഇനി നോക്കിയേ, ലാസ്റ്റ് ആണ് പറയുന്നത് ഫിസിഷ്യൻ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടേഴ്സ് ആണ് അല്ലെ. ഡോക്ടേഴ്സ് മേ ബി പ്രസന്റ് ഇൻ സ്പെഷ്യൽ ആംബുലൻസ് യൂണിറ്റ്സ്, മോസ്റ്റ് നോട്ടബിലി the air ambulance, with a full range of additional skills such as use of the prescription medicines. അപ്പോൾ ഈ ഫിസിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ആംബുലൻസിലാണ് ഈ ഫിസിഷ്യൻ ഉണ്ടാകുന്നത്. ഏതാണ് സ്പെഷ്യൽ ആംബുലൻസ് ആയിട്ട് ഇതിൽ പറയുന്നത്? എയർ ആംബുലൻസ് അല്ലേ. എയർ ആംബുലൻസിനുള്ള എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എയർ ആംബുലൻസിന് എന്താ പറയാ നമുക്ക്? എയർ ആംബുലൻസിനുള്ള എക്സാമ്പിള് ഹെലികോപ്റ്റർ, എയർക്രാഫ്റ്റ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. കറക്റ്റ് ആണ്. അപ്പൊ എയർ ആംബുലൻസിലാണ് പ്രത്യേകമായിട്ട് ഈ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഫിസിഷ്യൻ ഉണ്ടാകുന്നത്. കാരണം എന്താണ്? രോഗിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അതുപോലെ തന്നെ നമുക്ക് എന്താണ് രോഗിക്ക് എന്തെങ്കിലും ഡിഫിക്കൽറ്റി, എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷനൊക്കെ മോശമാകുകയാണെങ്കിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ അവിടെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുത്തിട്ടാവാം രോഗിയെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിഷ്യൻ എന്തായാലും ആ എയർ ആംബുലൻസിനുള്ളിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള സ്കിൽസുകളും പ്രത്യേക തരത്തിലുള്ള സ്കിൽസുകളും ഈ ഫിസിഷ്യന് ഉണ്ടാകും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഫിസിഷ്യൻ പറയുന്നത്. എന്താ പറയുന്നത്? ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആണ്. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ആംബുലൻസിലാണ്, പ്രത്യേകമായിട്ട് പറഞ്ഞാൽ എയർ ആംബുലൻസിലാണ് ഈ ഫിസിഷ്യൻ ഉണ്ടാകുന്നത്. രോഗികൾക്ക് എന്താണ് പെട്ടെന്ന് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതുപോലെ എന്താണ് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ മോശമാകുന്നതൊക്കെ പെട്ടെന്ന് നമുക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അവിടെ എന്താണ് മെയിൻ ആയിട്ട് ഒരു ഡോക്ടേഴ്സ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫിസിഷ്യനെ അതില് ഉണ്ടാകുന്നത്, ഫിസിഷ്യൻ അതിലുണ്ടാകുന്നത്. അതുപോലെ തന്നെ എന്താണ് രോഗികൾക്ക് എന്തെങ്കിലും മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറിപ്പടികൾ അല്ലെ.
മെഡിസിന്റെ കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടുള്ള സ്കില്ലുകളും ആർക്കുണ്ട്? ഫിസിഷ്യൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇതോടുകൂടി നമ്മുടെ ആംബുലൻസ് തീർന്നു കേട്ടോ. ചാപ്റ്റർ കംപ്ലീറ്റ്. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, നന്നായിട്ട് പഠിക്കാട്ടോ. ഡേറ്റ് എക്സാമിന്റെ ഡേറ്റ് ഒന്നും വരാൻ നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ മക്കളെ? ക്ലിയർ ആയി എടുത്തത്? താങ്ക് യു.